നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം ഓപ്പണാണ്. വലിയ രൂപത്തിലുള്ള ട്രാൻസ്ഫർ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അർജന്റീന താരങ്ങളുടെ ട്രാൻസ്ഫർ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ആസ്റ്റൺ വില്ല അലയാൻഡ്രോ ഗർനാച്ചോയെ ചെൽസിയിൽ നിന്ന് സ്വന്തമാക്കുന്നു. ഡീൽ അഗ്രി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഷുവർഫയർ ആയി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫബ്രീസിയോ റൊമാനോ, ഹിർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. ക്ലബ് ടു ക്ലബ് എഗ്രിമെൻറ്റ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ലോൺ ഡീലാണിത്. ഇനീഷ്യലി ലോൺ ഡീലാണ് വിത്ത് ബൈ ക്ലോസ്. അത് സർട്ടൻ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് മാൻഡേറ്ററി ആവുന്ന രൂപത്തിലുള്ള ഒരു ബൈ ക്ലോസ് ആണ് അതിലുള്ളത്. ഉനായി എമറിക്ക് ഗർനാച്ചോയെ വേണം. മെഡിക്കൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സോ അലയാൻഡ്രോ ഗർനാച്ചോ ഇതാ ചെൽസി വിട്ടിട്ട് ആസ്റ്റൺ വില്ലയിലേക്ക് ചേക്കേറുന്നു. എമി അവിടെ തുടരുകയാണെങ്കിൽ എമിയും ഗർനാച്ചോയും ഒക്കെ ചേർന്നുകൊണ്ട് ഇനി ആസ്റ്റൺ വില്ലയുടെ മുന്നേറ്റങ്ങൾ നയിക്കും. ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പറായിട്ട് എമി, മുന്നേറ്റത്തിൽ ഗർനാച്ചോ. സോ അർജന്റീന ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. അതുപോലെ തന്നെ മറ്റൊരു അർജന്റീൻ യുവതാരം വാലന്റൈൻ ബാർക്കോ ചെൽസിയിലേക്ക് എത്തുന്നു. ഗർനാച്ചോ പോകുമ്പോൾ ചെൽസിയിലേക്ക് ഇന്ന് ബാർക്കോ എത്തുന്നു. സ്ട്രാസ്ബർഗിൽ നിന്നാണ് അദ്ദേഹം എത്തുന്നത്. മെയ് മാസത്തിൽ തന്നെ ഈ കാര്യത്തിലൊരു എഗ്രിമെൻ്റ് എത്തിയിട്ടുള്ളതാണ്. സോ അർജന്റീൻ താരം അധികം വൈകാതെ ചെൽസിയിലെത്തിയ കാര്യം ഒഫീഷ്യലി പ്രഖ്യാപിക്കും. ഏതായാലും 100% കൺഫേംഡ് ആണ് ഈ വിവരം എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കൺഫേംഡ് ആയിട്ടുള്ളൊരു വിവരം ക്രിസ്ത്യൻ റൊമേറോ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിടുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്റർ മിലാൻ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ FC ബാഴ്സലോണക്കും താരത്തിൽ താല്പര്യമുണ്ട്. പക്ഷേ ബാഴ്സ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ അവരുടെ നിലവിലെ CB ആരെങ്കിലും എക്സിറ്റ് അടിക്കണം. ഏതായാലും നിലവിലെ അവസ്ഥയിൽ താരം എന്തായാലും ടോട്ടൻഹാം ഹോട്ട്സ്പർ വിടും എന്ന കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. പിന്നെ ഹൂലിയൻ അൽവാരസിൻ്റെ കാര്യമാണ്. ഹൂലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ ബാഴ്സലോണ അദ്ദേഹത്തിനായിട്ട് ബിഡ് സമർപ്പിച്ചിട്ടുണ്ട്. 100 മില്യൺ യൂറോയുടെ ബിഡാണ്. അത് ജൂലൈ അവസാനം വരെ വാലിഡ് ആയിരിക്കും. അതേസമയം നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ കൈവിടില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ താരം ടീം വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് വേൾഡ് കപ്പിൻ്റെ സമയത്തിന് അദ്ദേഹം പരസ്യമാക്കിയതാണ്. ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത അവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അർജന്റീൻ താരങ്ങൾക്ക് മാർക്കറ്റിൽ വിലയേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.